നമുക്കെപ്പോഴൊരു വീട് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ അതിനകത്തെ സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളായിരിക്കണം. നല്ല ഇടഭാഗം വേണം വീടിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് നടക്കാനോ എടുക്കാനോ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്ന് ചെറിയ സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ച് നടക്കാൻ, പിള്ളേർക്കൊക്കെ ഒന്ന് ഓടി നടക്കാനൊക്കെ ആയിട്ട് വീടിനകത്ത് നല്ല സൗകര്യങ്ങൾ വേണം. വീടിനകം ഭയങ്കര കൺജഷൻ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്കെല്ലാം കാണുന്നതും കേൾക്കുന്നതെല്ലാം അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല സൗകര്യമുള്ള, നല്ല അകത്ത് നല്ല സൗകര്യങ്ങൾ, നല്ല ഇടഭാഗമുള്ള ഹോളായിക്കോട്ടെ, ഡൈനിങ് ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം നല്ല ഇടയ സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ നല്ല പക്കയായിട്ട് പണി തീർത്തിട്ടിരിക്കുന്ന, വാസ്തുപരമായിട്ട് നോക്കിയാലും എഞ്ചിനീയറിംഗ് നോക്കിയാലും എല്ലാം നല്ല പക്കയായിട്ട് പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചിൽ ഹോംസ് കൊണ്ടുവരിക. അപ്പോൾ മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി. എന്നാൽ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും, എന്നാൽ പച്ചപ്പ് നിറഞ്ഞ ഒരു ജീവിതത്തിലും നിങ്ങൾക്ക് രീതിയിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുക. 83 ലക്ഷം രൂപ ചോദിക്കുന്ന 13.5 സെന്റ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇതാ എവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി 13.5 സെൻറ്റ് സ്ഥലത്തിൽ 2300 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കേരള തനിമയോടുകൂടിയുള്ള നല്ല അടിപൊളി വീടിൻ്റെ മുന്നിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുക. വിശാലമായ മുറ്റം നമുക്ക് കാണാം. നല്ലൊരു ഗാർഡനൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കിണർ, വറ്റാത്ത കിണർ വെള്ളം നമുക്കിവിടെ കാണാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു മുറ്റവും സൗകര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ശാന്തസുന്ദരമായ ഒരു പ്രദേശത്തിരിക്കുന്ന നല്ലൊരു വീടാണ്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡാണ്. 3 ബെഡ്റൂമോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല വീടിൻ്റെ മുൻപിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. 13.5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ബാക്ക് സൈഡിലേക്കാണെങ്കിലും നല്ല മുറ്റമുണ്ട്. ഇനി നമ്മൾ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് കയറുകയാണ്. നല്ല ഒരു കേരള തനിമയോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഗംഭീരമായ ഒരു വീട് എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ബാക്കി പറയണമെങ്കിൽ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇവിടെ നല്ല തടി കൊണ്ടുള്ള ഡോറുകളൊക്കെ കണ്ട്, കട്ടള എല്ലാം തടികളാണ്. തടി കൊണ്ടുള്ള ഡോറുകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് നല്ലൊരു സ്വീകരണമുറിയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മളിവിടെ കാണുക. എല്ലാം നല്ല വെർട്ടിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുക. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല. കാഞ്ഞിരപ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടാണ്. ഈ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു നല്ലൊരു വാണിജ്യ തലസ്ഥാനം തന്നെയായിട്ടുള്ള, വാണിജ്യ കേന്ദ്രം തന്നെയായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഏകദേശമുള്ള ദൂരമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ആ ദൂരത്തിൽ തന്നെ ഇവിടെ നല്ല ഒരു ശാന്തമായിട്ട് ജീവിക്കുന്ന നല്ല വീടുകൾ മാത്രം അടുത്തുള്ള നല്ലൊരു മേഖലയിലുള്ള നല്ലൊരു വീടാണിത്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലൂടെയാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയിൽ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആദ്യമേ തന്നെ കിച്ചണിലേക്കൊന്ന് കയറാം. കിച്ചൻ്റെ ദൃശ്യങ്ങൾ നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളെല്ലാമുള്ള നല്ല ഒരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോവുക. നല്ല വലിപ്പം കൊണ്ടും കബോർഡ് വർക്കുകൾ കൊണ്ടും ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെയുള്ളൊരു കിച്ചണാണ്. പുകയില്ലാത്ത അടുപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടുമായിട്ട് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് എരുമേലി ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല, അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ്. അതിലും എളുപ്പമാണ് ഇടുക്കി മേഖലയിലേക്ക് പോകുവാനായിട്ട്. ഇടുക്കി ജില്ലയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി മേഖലയിലേക്ക് വീടുകൾ വാങ്ങിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇടുക്കിക്കാരെ സംബന്ധിച്ച് അവർ ടൗണിനകത്ത് ജീവിച്ചവർക്ക് വലിയ പരിചയമില്ല. കൊമ്മളി അല്ലെങ്കിൽ കട്ടപ്പന ടൗണിൽ ജീവിക്കുന്നവരുടെ കാര്യം ശരിയാണ്. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ടൗണിനേക്കാളും കുറച്ചും കൂടി, എന്നാൽ ടൗണിൻ്റെ സൗകര്യങ്ങൾ എല്ലാം വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ടൗണിൻ്റെ സൗകര്യങ്ങളെല്ലാം
വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെയെല്ലാം നല്ല കബോർഡ് വർക്കുകൾ, ഒരു ബെഡ്റൂമിൽ തന്നെ കണ്ടോ, രണ്ടിടത്താണ് കബോർഡ് ചെയ്തിരിക്കുക. നമ്മളിവിടുന്ന് നേരെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്. അതുപോലെ തന്നെ വയറുകളാവട്ടെ സ്വിച്ചുകളാവട്ടെ എല്ലാം ബ്രാൻഡഡ് സ്വിച്ചുകളാണ്. ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നവർ 83 ലക്ഷം രൂപയാണ് ചോദിക്കുക. ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. വാസ്തുപരമായിട്ട് നോക്കി പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഏത് രീതിയിൽ പറഞ്ഞാലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എൻജിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം എല്ലാവർക്കും വീട് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് എവിടെ ആരെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് അറിയില്ലാത്ത രീതിയിൽ അതുപോലെ ഉള്ള രീതിയിലുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മീനച്ചിൽ ഹോംസിനെ, അതായത് നമ്മൾ എല്ലായിടത്തും ഇല്ല, കോട്ടയം ജില്ലയിൽ മാത്രം നമുക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ എന്തുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാനാണെങ്കിൽ അവിടെ വന്ന് നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കാണുവാനായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് കാണിക്കും. കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായാൽ വില സംസാരിക്കുവാനായിട്ട് മുന്നോട്ട് ഉടമസ്ഥനെ വിളിച്ചു വരുത്തും. അങ്ങനെ നേരിട്ട് വില സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളതാണ് മീനച്ചിൽ ഹോംസിൻ്റെ ഒരു രീതി. അവിടെ നേരിട്ട് ഉടമയാണ് വില തീരുമാനിക്കുന്നത്, ഏത് വിലയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. മേടിക്കുന്നയാളാണ് തീരുമാനിക്കുന്നത് ഏത് വിലയ്ക്ക് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഉടമസ്ഥനും വിൽക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് നിന്ന് വില പേശിക്ക് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളതാണ് മീനച്ചിൽ ഹോംസ് ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റ് തട്ടിപ്പുകൾക്ക് ഇരയാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റിക്കച്ചവടം പോലുള്ള മറ്റ് തട്ടിപ്പുകൾക്ക് നിങ്ങൾ ഇരയാവില്ല എന്ന് 100% ഉറപ്പുണ്ട്. എനിവേ, നല്ലൊരു വീട്, നല്ലൊരു ദൃശ്യങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.